എക്സാലോജിക്ക് ഒരു സേവനവും നൽകാതെയാണ് ഈ 2,78,00,000 രൂപ എന്ന പണം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അത് പിണറായി വിജയനുമായുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് ഈ പണം കൈമാറിയത് എന്ന് CMRL MD ശശിധരൻ കർത്ത തന്നെ മൊഴി നൽകുകയാണ്. നേരത്തെ വീണ നൽകിയ മൊഴിയായി അതെങ്കിൽ എന്ത് സേവനമാണ് നൽകിയതെന്നതിന് കൃത്യമായ ഉത്തരങ്ങൾ വീണയ്ക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ ശശിധരൻ കർത്തയുടെ മൊഴിയുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ എന്തു വലിയ അഴിമതിയാണ് അല്ലെങ്കിൽ ക്രമക്കേടാണ് നടന്നത്. പണം കൈപ്പറ്റാനുള്ള ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു കരാറായിരുന്നു എക്സാലോജിക് CMRL കരാർ എന്ന് ഇപ്പോൾ ബോധ്യമാവുകയാണ്. AK സ്റ്റെഫിൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സ്റ്റെഫിൻ, എത്രയോ പ്രതിരോധ ശ്രമങ്ങൾ നമ്മൾ ഈ വിവാദ വിഷയത്തിൽ CPM നേതാക്കളിൽ നിന്ന് കണ്ടതാണ്. അങ്ങനെ ഒരു വലിയ പ്രതിരോധ ശ്രമമായിരുന്നു ED-ക്കെതിരായ ആക്രമണം. അതിൽ പെട്ടവരെല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. വലിയ അവസ്ഥയിലേക്ക് ആ ജയിലിൽ കിടക്കുന്നവർ പോയിരിക്കുന്നു. ഇപ്പോൾ ഷോൺ ജോർജ് തന്നെ പറഞ്ഞതുപോലെ അവരെ പോയി കാണാൻ പോലും പിണറായി വിജയൻ തയ്യാറായില്ല എന്ന്. പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ വലിയ പ്രതിരോധത്തിനിറങ്ങി, സമരത്തിനിറങ്ങി അകത്ത് കിടക്കുന്നത്. ഇനി എന്ത് പറഞ്ഞാണ്? ഇത് ഒരു സേവനത്തിനും നൽകിയതല്ല, ഇത് അടുപ്പം കൊണ്ട് നൽകിയതാണ്. അപ്പോൾ അത് പൂർണ്ണമായി അഴിമതി പണം തന്നെ എന്ന് വ്യക്തമാവുകയാണ് ഈ മൊഴിയിലൂടെ. എന്ത് പറഞ്ഞാണ് CPM ഇനി ഇതിനെ പ്രതിരോധിക്കുക, ന്യായീകരിക്കുക? ദിവിഷ, CPM-ഉം CMRL-ഉം തമ്മിൽ യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ല. ആകെയുള്ളൊരു ബന്ധം CPM-ന്റെ അകത്തും CMM ഉണ്ട്, CMRL-ന്റെ അകത്തും CM ഉണ്ട് എന്നത് മാത്രമാണ്. പക്ഷേ ഈ വിഷയത്തിൽ CPM വന്ന് പെടുന്നത് ഈ കേസുണ്ടായ സമയത്ത് ഇറക്കിയ ഒരു സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലൂടെയാണ്. കാരണം വീണയ്ക്കെതിരായിട്ട് ഇത്തരത്തിലുള്ളൊരു അന്വേഷണം വരുന്നു, ഈ സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് CPM രംഗത്ത് വരികയാണ്. സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് പ്രതിരോധം തീർക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. അതോടുകൂടിയാണ് CPM ഈ കളത്തിലേക്ക് വന്നത്. പിന്നീട് ആ പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ പല തെളിവുകൾ പുറത്തു വന്നിട്ടും അതിനെയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് CPM എത്തി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പിണറായി വിജയൻ്റെ വീട്ടിന് മുൻപിൽ വെച്ച് ഈ നടന്ന പ്രതിഷേധം. ED ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ 1.5-2 മാസമായി CPM-ന്റെ നേതാക്കൾ ഉൾപ്പെടെ ജയിലിൽ കിടക്കുകയാണ്. നമുക്കറിയാം, മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ആറ്റുകാൽ ഉണ്ണിയുടെ അച്ഛൻ മരിച്ച സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. ജാമ്യം നിഷേധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വിശദമായ അന്വേഷണം ഏതായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന് വരികയുമാണ്. അന്ന് ഈ കേസുണ്ടായ സമയത്ത് CPM ഇത്തരത്തിൽ വീണയ്ക്ക് പ്രതിരോധം തീർക്കാൻ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളത് കൊണ്ട്. കാരണം പിണറായി വിജയൻ അന്ന് സർവശക്തനായി പാർട്ടിയിലും സർക്കാരിലും നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. രണ്ടാം ഭരണം എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്കകത്ത് എതിരഭിപ്രായങ്ങളോ എതിർസ്വരങ്ങളോ ഒന്നും തന്നെ ഉയർന്നു വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് തോൽവിയോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പിണറായി വിജയനെതിരെ പോലും ആളുകൾ, പാർട്ടി പ്രവർത്തകർ വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും പ്രതിരോധം തീർത്ത് അത്രയ്ക്ക് അങ്ങ് മുന്നോട്ട് പോകുന്നതിനും കഴിയില്ല. കാരണം അത്രയധികം ശക്തമായ തെളിവുകളാണ് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒപ്പം തന്നെ CPM പിണറായി വിജയൻ്റെ വാടക വീട്ടിന് മുൻപിൽ 1.5 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ ഒരു വലിയ പ്രതിഷേധം, അതിൽ ഇപ്പോൾ പാർട്ടി ദുഃഖിക്കുന്നുണ്ട്. കാരണം ഇത്രയധികം പേർ, പാർട്ടിയുടെ നേതാക്കൾ, അണികളെല്ലാം തന്നെ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു. അന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ED ആ ചോദ്യം ചെയ്യലുമായി വീട്ടിൽ വന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ED മടങ്ങിപ്പോയ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞത് തന്നോടൊന്നും ചോദിച്ചില്ല, മകളോട് കാര്യങ്ങൾ ചോദിച്ച് മടങ്ങിപ്പോയി എന്നുള്ളതാണ്. അതിനെ തള്ളുന്ന ഒരു നിലപാടാണ് പിണറായി വിജയനും അന്ന് ഏതായാലും സ്വീകരിച്ചത്. ഇപ്പോഴും പാർട്ടിക്കകത്ത് ഇതൊരു